പറഞ്ഞാൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ്. പണ്ട് നമ്മുടെ തെങ്ങിനൊക്കെ മരോട്ടി പിണ്ണാക്കും മരോട്ടി എണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ പഴയ കാലത്ത് ചിരാത് ഉണ്ടാക്കുന്നത് ഈ മരോട്ടിയുടെ കാ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചായിരുന്നു പണ്ടൊക്കെ വിളക്ക് തിരി വിളിച്ചിട്ടിരുന്നത്. ചിരാതിൻ്റെ അത് മരോട്ടിക്കായുടെ തൊണ്ടായിരുന്നു. ഇപ്പോഴും മരോട്ടി പിണ്ണാക്കും മരോട്ടി എണ്ണയൊക്കെ കിട്ടാനുണ്ട്, പക്ഷെ ആരും അങ്ങനെ വെച്ച് പിടിപ്പിക്കാറില്ല. ഇത് താന്നിയാണ്, താന്നിമരം, താന്നിക്ക എടുക്കുന്ന സാധനം. ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിച്ചങ്ങ് വെച്ചതാണ്. കാരണം ഒരുപാട് ഏറിയാൽ പോകാതിരിക്കുകയും ചെയ്യും. ഒരു കാവ് പോലെ ഉണ്ടാക്കാനായിട്ട് താന്നി. അതുപോലെ തന്നെ അത് കടുക്കയാണ്, കടുക്കമരമാണ് നിൽക്കുന്നത്. കടുക്കമരവും താന്നിമരവും മരോട്ടിയും ഇളഞ്ഞി എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചിരിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ പൊക്കമുള്ളത് നാഗമരം. ഇത് ഈ കാണാം. ഇത് പിന്നെ നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, പണ്ടൊക്കെ പിള്ളേർ എൻ്റെ വെട്ടിപ്പഴം പറിച്ചുകൊണ്ടിരുന്ന വെട്ടിയാണ്. അപ്പം അതിൻ്റെ സീസൺ ഇല്ലാത്ത കൊണ്ടാണ് വെട്ടി. ഈ നിൽക്കുന്നത് കരിമരമാണ്, കരിമരം നിൽക്കുന്നത് കരിമരം. ഇത് ആലിൻ്റെ അകത്ത് ഒരു വർഗം എന്നുള്ളതേ ഉള്ളൂ, ഫൈക്കസിൽപ്പെട്ടത്. ഇത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സൊറിയാസിന് ഉപയോഗിക്കുന്ന ദന്തപാലയാണ്. ദന്തപാല കുറേ മരങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ദന്തപാല ഇത് പല്ലിന് വേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പതുക്കെ കടിച്ചു പിടിച്ചാൽ മതി. പിന്നെ സൊറിയാസിന് എണ്ണയ്ക്കകത്ത് വെയിലത്ത് വെച്ച് വേണം അതിൻ്റെ, അത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിൻ്റെ ഇല പറിച്ച് ഇട്ടിട്ട് അത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളറിലേക്ക് എണ്ണ മാറും. ഒരു റെഡിഷ് ഗോൾഡൻ കളർ വരുമ്പം ആ എണ്ണ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ സൊറിയാസിൻ്റെ സ്കിൻ ഡിസീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദന്തപാല. ഇത് പലകപ്പയ്യാനി എന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ കായൊക്കെ വലിയ വാള് പോലെ വളരെ പഴയ പറമ്പുകളിലൊക്കെ ഉണ്ട് ഇപ്പം. പക്ഷേ അതിൻ്റെ തൊലി എടുക്കണമെങ്കിൽ തപ്പി നടക്കുക, ആൾക്കാർക്ക് കിട്ടത്തില്ല. അത് പാതിരിയാണ്, പാതിരി, പലകപ്പയ്യാനി. ഇത് അമ്പഴം, കാട്ടമ്പഴമാണ്. പിന്നെ ഒരു ഏഴിലമ്പാലയുടെ തൈ ചുമ്മാ വെച്ചിട്ടുണ്ട്, ഒരു പാലയം വരട്ടൈ എന്നുള്ളത്. ഇത് കുമ്പിളെന്ന് പറയുന്ന സാധനമാണ്, ആ വലിയ മരമായിട്ട് പോയിരിക്കുന്നത് കുമ്പിള്. എല്ലാം കൂടെ ഞാൻ ചേർത്തങ്ങ് അടുപ്പിച്ച് വെച്ചതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിരും വഴിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാവുണ്ടാക്കാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്. അപ്പം പാതിരി, പയ്യാനി, ഇത് കുമ്പിള്, പിന്നെ മരോട്ടി, ഇലഞ്ഞി, കടുക്ക, താന്നി, പിന്നെ ദന്തപാല, രക്തചന്ദനത്തിൻ്റെ തയ്യ്,